ഹായ്, എൻ്റെ പേര് ഡോക്ടർ തോമസ് ജോർജ്. ഞാൻ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജൻ, നെയർ മെഡിസിറ്റി കാട്ടക്കടയിൽ വർക്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ പല സ്പോർട്സ് ഇഞ്ചുറീസ് കാണാറുണ്ട്. അതിനകത്ത് മോസ്റ്റ് കോമൺലി നമ്മുടെ മുട്ടിൻ്റെ ഇഞ്ചുറിയും നമ്മുടെ തോളിൻ്റെ ഇഞ്ചുറിയാണ്. ഇതിൽ തന്നെ നമ്മുടെ മുട്ടിൻ്റെ ഇഞ്ചുറിയാണ് ഏറ്റവും കോമൺലി കാണുന്ന സ്പോർട്സ് ഇഞ്ചുറി. നമ്മുടെ മുട്ടിൽ പല ലിഗമെൻറ്റ്സ് ഉണ്ട്. അതിനകത്ത് മുട്ടിനുള്ളിലത്തെ രണ്ട് മെയിൻ ലിഗമെൻറ്റാണ് ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റും പുറകിൽ കാണുന്ന പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ്. ഇതിൽ ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ് ഫ്രണ്ടിൽ വരുന്ന ലിഗമെൻറ്റാണ് ഏറ്റവും കോമൺലി ഇഞ്ചുറി വരുന്നത്. ഓൾമോസ്റ്റ് 90% ഇഞ്ചുറി ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റിലാണ് വരുന്നത്. ഇതുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് മുട്ടിൽ നീര് വരാം, മുട്ടിന് ബലക്കുറവ് വരാം, മുട്ട് തെറ്റുന്ന പോലെ ഒരു തോന്നൽ വരാം. അപ്പോൾ സാധാരണ ഇതിനൊരു 3 ആഴ്ച റെസ്റ്റ് കൊടുക്കുമ്പോഴേക്കും ആ നീരും വേദന സാധാരണ കുറയാറുണ്ട്. അത് കുറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് എക്സ്റേയും MRI എടുത്ത് നോക്കിയിട്ട് അതിനകത്ത് ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. സപ്പോസ് അതിനകത്ത് നമുക്ക് ഇഞ്ചുറി ആയിട്ട് കാണുകയാണ്, ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റിന് ഡാമേജ് ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ നമുക്ക് സർജറി വഴി അത് റിപ്പയർ ചെയ്ത് ശരിയാക്കാൻ പറ്റും. സർജറി ഒരു കീ ഹോൾ സർജറിയാണ് ഇപ്പോൾ കോമൺലി എല്ലാ സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. ആ സർജറി ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി ഫിസിയോതെറാപ്പിയും റെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻ്റ് നോർമൽ പോലെ തിരിച്ചു വരാൻ പറ്റും. നമുക്ക് ഫുട്ബോളോ അല്ലെങ്കിൽ വോളിബോൾ കളിക്കുന്ന ആളാണെങ്കിൽ 6 തൊട്ട് 9 മാസം കഴിയുമ്പോഴേക്കും നോർമൽ അവരുടെ സ്പോർട്സിലോട്ട് തിരിച്ചു വരാൻ പറ്റും. ഏത് കോൺടാക്ട് സ്പോർട്സ് ആണെങ്കിലും കബഡി ആണെങ്കിലും പഴയ ആ ഒരു സ്ട്രെങ്ത് വഴി തിരിച്ച് നോർമലായിട്ട് വരാൻ പറ്റും. അപ്പോൾ ഈ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യാതെ, സെൽഫായിട്ട് ട്രീറ്റ് ചെയ്യാതെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഓർത്തോപെഡിക് സർജനെ കണ്ട് അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 99 to 100% തിരിച്ച് നോർമൽ പോലെ നമുക്ക് വരാൻ പറ്റും. താങ്ക് യു.